വെൽക്കം. തൈമനാണ്. ഹെമറ്റോളജിയിൽ ഈ വീഡിയോ നമ്മൾ ഓറൽ ആന്റി കൊയാഗുലൻസിനെ കുറിച്ചിട്ടാണ്. അതിൽ നമ്മൾ പറയാ വൈറ്റമിൻ കെ ആന്റഗോണിസ്റ്റ് വിഭാഗം മരുന്നുകളെ കുറിച്ചാണ് നമ്മൾ പറയാം. വൈറ്റമിൻ കെ ആന്റഗോണിസ്റ്റ്. സോ വൈറ്റമിൻ കെ ആന്റഗോണിസ്റ്റ് ആന്റി കൊയാഗുലൻസ് രണ്ട് തരമുണ്ട്. നമ്മൾ ഓൾറെഡി ക്ലാസിഫിക്കേഷനിൽ പറഞ്ഞു. ഒന്ന് കൗമറിൻസ് ആണ്, കൗമറിൻ ഡെറിവേറ്റീവ്സ് ആണ്. രണ്ടാമത്തത് ഇൻഡെയിൻ ഡയോൺസ് ആണ്. ഇൻഡെയിൻ ഡയോൺസ് എന്ന് പറയുന്ന വിഭാഗം കൂടിയുണ്ട്. ആൻഡ് കൗമറിൻസ് ആണ് ഏറ്റവും വൈഡ് ആയിട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. അതിൽ തന്നെ വാർഫാറിൻ ആണ് ഏറ്റവും ഫേമസ്, ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ബ്ലഡ് തിന്നർ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വാർഫാറിൻ ആയിരിക്കും ആദ്യമത്തെ. വാർഫാറിൻ അല്ലാതെ പിന്നെ കൗമറിൻസ് ഉണ്ടോ? അസിനോ കൗമറിൻ ഉണ്ട്. ഇതാണ് ഫാസ്റ്റസ്റ്റ് ആക്ടിങ്. ഇതാണ് പിന്നെ ഒരെണ്ണം ബിസ് ഹൈഡ്രോക്സി കൗമറിൻ എന്ന് പറയുന്ന സംഭവമുണ്ട്. ആൻഡ് ഇതിന് വേറെ പേര് കൂടി ഉണ്ട്. അതിനെ നമ്മൾ വിളിക്കുക ഡൈകുമറോൾ എന്നാണ്. ഡൈകുമറോൾ. ഓക്കെ. ആൻഡ് ഇതാണ് ലോങ്സ്റ്റ് ആക്ടിങ്, ഏറ്റവും കൂടുതൽ നേരം പ്രവർത്തിക്കുക. പക്ഷേ ഇത് അൺപ്രഡിക്റ്റബിൾ ആണ്, അതുകൊണ്ട് ഇത് കാര്യമായിട്ട് ഉപയോഗിക്കുന്നില്ല. ആൻഡ് രണ്ടാമത്തെ ഇൻഡ്യൻ ഡയോൺസ് ആണ്. ഇൻഡ്യൻ ഡയോൺസ് അധികം ഉപയോഗമില്ല. ഫേമസ് ഉള്ളത് ഫെനിൻ ഡയോൺ ആണ്. ഫെനിൻ ഡയോൺ മൂത്രത്തിന് യെല്ലോ ഓറഞ്ച് കളറൊക്കെ കൊടുക്കുന്ന ഒരു സംഭവമാണ്. ഫേമസ് ആയിരുന്നു. ആൻഡ് ബിക്കോസ് ഓഫ് സിവിയർ അലർജിക് റിയാക്ഷൻസ് ഇതിപ്പോ ബാൻഡ് ആണ്, നിർത്തിയിരിക്കുന്നു. ദെൻ പിന്നെ ഉള്ളത് ആനിസിൻ ഡയോൺ എന്ന് പറയുന്ന ഒരു മരുന്ന് കൂടിയാണ്. സോ ഇത്രയും മരുന്നൊക്കെ ഉണ്ടെങ്കിലും ഏറ്റവും ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് വൺ ഈസ് വാർഫാറിൻ. നമ്മളപ്പോൾ ഡിസ്കഷൻ മൊത്തം വാർഫാറിനെ പറ്റിയാണ്, പ്രധാനപ്പെട്ട മരുന്നായ വാർഫാറിനെ പറ്റിയാണ് നമ്മൾ പറയാം. ഈ വാർഫാറിൻ ഒരു റാറ്റ് പോയിസൺ, എലിവിഷമായിട്ടാണ് കണ്ടുപിടിക്കപ്പെട്ട മരുന്നാണ്. അത് കണ്ടെത്തിയത് വിസ്കോൺസിൻ അലൂമിനി റിസർച്ച് ഫെഡറേഷൻ എന്ന് പറയുന്ന ആൾക്കാരാണ്, US-ലുള്ളതാണ്. ആൻഡ് ഇതിന്റെ ഷോർട്ടാണ് അപ്പോൾ WARF. അരിൻ നമ്മൾ കൗമറിൻസ് എടുത്താണ്, അങ്ങനെയാണ് വാർഫാറിൻ എന്നുള്ള പേര് വന്നത്. വാർഫാറിന്റെ കൈനറ്റിക്സ് പറഞ്ഞു കഴിഞ്ഞാൽ, വാർഫാറിൻ നമ്മൾ ഓറൽ ഗുളികയായിട്ടാണ് കൊടുക്കുക, അല്ലെ? ഓറൽ ആന്റികോയാഗുലന്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. ആൻഡ് ഇത് ഗുളികയായിട്ടാണ് കൊടുക്കുക. ആൻഡ് ഇത് ചീപ്പാണ്, വളരെ വില കുറവാണ്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. ആൻഡ് മരുന്നിന്റെ VD വോളിയം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഈസ് വെരി ലോ, വളരെയധികം കുറവാണ്. സോ മരുന്നപ്പോൾ എവിടെയായിരിക്കും? VD കുറഞ്ഞ മരുന്നുകൾ ബ്ലഡിനകത്തായിരിക്കും. ബ്ലഡിൽ തന്നെ ഇത് ഏറ്റവും കൂടുതൽ പ്ലാസ്മ പ്രോട്ടീൻ ബൗണ്ട് ആയിരിക്കും. 99% പ്ലാസ്മ പ്രോട്ടീൻ ബൗണ്ട് ആണ്, ഹൈലി പ്ലാസ്മ പ്രോട്ടീൻ ബൗണ്ട് ആണ്. സോ നമുക്കൊരു ടോക്സിറ്റി വന്നു കഴിഞ്ഞാൽ ഹീമോ ഡയാലിസിസ് ചെയ്തിട്ട് ഒരു കാര്യവുമില്ല, ബ്ലഡിൽ നിന്ന് ഇത് നഷ്ടപ്പെടില്ല. ഇനി മെറ്റബോളിസം പറഞ്ഞു കഴിഞ്ഞാൽ, വാർഫാറിൻ ഒരു റെസിമിക് മിക്സർ ആണ്. റെസിമിക് മിക്സർ എന്ന് പറയുമ്പോൾ അതിനകത്ത് R ഫോം ഉണ്ടാകും, S ഫോം ഉണ്ടാകും. അതിൽ R ഫോം എന്ന് പറയുന്നത് മരുന്നായിട്ട് ഗുണമില്ല. S ഫോം ആണ് മരുന്നായിട്ട് നമ്മുടെ ആന്റി കൊയാഗുലന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. R ഫോം നശിക്കുന്നത് CYP3A4 വഴിയാണ്. പക്ഷെ ഇത് S ഫോം നശിക്കുന്നത് CYP2C9 വഴിയാണ്. വാർഫാറിന്റെ T-half എന്ന് പറയുന്നത് ഒരു 25 to 60 hours ആണ്. ആൻഡ് ഇതിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ, അപ്പൊ നമുക്കിനി അതിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ MOA പറയാം. സോ ഇതൊരു ക്ലോട്ടിംഗ് ഫാക്ടേഴ്സിന്റെ സിന്തസിസ് ഇൻഹിബിറ്റർ ആണെന്നാണ് നമ്മൾ പറഞ്ഞത്. ക്ലോട്ടിംഗ് ഫാക്ടർ ക്ലാസിഫിക്കേഷനിൽ പറഞ്ഞത് സിന്തസിസ് ഇൻഹിബിറ്റേഴ്സ് ഓഫ് ക്ലോട്ടിംഗ് ഫാക്ടർ ഇൻഹിബിറ്റർ ആണ്. ഏതെല്ലാമാണ് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ഇമ്പോർട്ടന്റ്? 2, 7, 9, 10 ക്ലോട്ടിംഗ് ഫാക്ടർ എന്ന് ഇങ്ങനെയല്ല എഴുതണ്ട, നമ്മൾ 2 എന്ന് എഴുതണം. ഞാൻ എളുപ്പത്തിന് എഴുതിയതാണ്. ആൻഡ് ഇവിടെ എല്ലാം പ്രത്യേകത എന്താ? ഈ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സിന്റെ എല്ലാം പ്രത്യേകത, ദീസ് ഓൾ ആർ വൈറ്റമിൻ കെ ഡിപെൻഡന്റ് ആണ്. വൈറ്റമിൻ കെ ഡിപെൻഡന്റ് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ആണ്. ആൻഡ് ഇതെല്ലാം ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ആണ്. ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് മാത്രമല്ല, ആന്റി ക്ലോട്ടിംഗ് ഫാക്ടർ, ക്ലോട്ടിംഗ് തടയുന്ന ആന്റി ക്ലോട്ടിംഗ് ഫാക്ടേഴ്സിൽ പ്രധാനം പ്രോട്ടീൻ C നമ്മൾ പറഞ്ഞു, പ്രോട്ടീൻ S നമ്മൾ പറഞ്ഞു, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞാണ്. ആൻഡ് ദീസ് ഓൾസോ ആർ വൈറ്റമിൻ കെ ഡിപെൻഡന്റ് ആണ്. ഇത് ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം. സോ വാർഫാറിൻ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സിന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തുന്നു, അതോടൊപ്പം തന്നെ ആന്റി ക്ലോട്ടിംഗ് ഫാക്ടേഴ്സിന്റെ പ്രവർത്തനവും തടസ്സപ്പെടുത്തുന്നുണ്ട് എന്നും കൂടി ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. സോ ഇങ്ങനെ പ്രവർത്തിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് എല്ലാം തന്നെ വൈറ്റമിൻ കെ ഡിപെൻഡന്റ് ആയതിനാലാണ്. വാർഫാറിന്റെ പ്രവർത്തനം അപ്പോൾ വൈറ്റമിൻ കെ ന്റെ പ്രവർത്തനം ഓർ ആക്ടിവേഷൻ തടയലാണ്. ആൻഡ് ഈ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് എല്ലാം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിലെല്ലാം നമുക്കൊരു ഗ്ലൂട്ടമേറ്റ് റെസിഡ്യൂസ് കാണാം. ഗ്ലൂട്ടമൈൻ അമിനോ ആസിഡ് ഉള്ള ഒരു ഭാഗമുണ്ട്. ആൻഡ് ഈ ഗ്ലൂട്ടമേറ്റ് റെസിഡ്യൂസിൽ ഒരു COOH അല്ലെങ്കിൽ നമ്മൾ അതിനെ കാർബോക്സിൽ ഗ്രൂപ്പ്, ഈ കാർബോക്സിൽ ഗ്രൂപ്പ് ഈ ഗ്ലൂട്ടമേറ്റ് റെസിഡ്യൂസിൽ പിടിച്ചാൽ മാത്രമേ ഇവയ്ക്ക് ഒരു കൺഫർമേഷണൽ ചേഞ്ച് ഉണ്ടാവുള്ളൂ. ഈ കൺഫർമേഷണൽ ചേഞ്ച് ഉണ്ടാവുമ്പോൾ മാത്രമേ ഇത് ആക്റ്റീവ് ആവുകയുള്ളൂ. സോ ആക്റ്റീവ് ആവണമെങ്കിൽ എന്ത് വേണം? COH പിടിപ്പിക്കണം, കൺഫർമേഷണൽ ചേഞ്ച് ഉണ്ടാവണം. സോ ഈ കാർബോക്സിൽ ഗ്രൂപ്പ് പിടിപ്പിക്കലാണ് വൈറ്റമിൻ കെ ചെയ്യുന്നത്. സോ വൈറ്റമിൻ കെയുടെ റോൾ ഈസ് ടു പിടിപ്പിക്കൽ ദിസ് കാർബോക്സിൽ ഗ്രൂപ്പ്. ഇതാണ് അത് വൈറ്റമിൻ കെ ചെയ്യുന്നത്. സോ വൈറ്റമിൻ കെ എങ്ങനെയാണ് ഇരിക്കുന്നത് നോക്കാം. വൈറ്റമിൻ കെ ആക്റ്റീവ് ഫോം എന്ന് പറയുന്നത് ഹൈഡ്രോക്വിനോൺ ഫോം ആണ് ആക്റ്റീവ് ഫോം. ഇതിൽ നിന്നാണ് എന്ത് വരുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് വന്നിട്ട് അത് കാർബോക്സിലേറ്റ് ഗ്രൂപ്പ് പിടിപ്പിക്കുക. സോ ക്ലോട്ടിംഗ് ഫാക്ടർ
ഫാക്ടേഴ്സിന്റെ ഗ്ലൂട്ടമേറ്റ് റെസിഡ്യൂസിൽ കാർബോക്സിൽ ഗ്രൂപ്പ് പിടിപ്പിക്കുന്നു. ആൻഡ് ഇതിനെ നമ്മൾ പറയാ ഗാമ കാർബോക്സിലേഷൻ. സോ ഗാമ കാർബോക്സിലേഷൻ നടത്താൻ ഹൈഡ്രോക്വിനോൻ ഫോം വേണം. അതിൽ നിന്ന് COH പോകണം. ഇതിൽ നിന്ന് COH പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ വൈറ്റമിൻ കെ വിൽ ബിക്കം വൈറ്റമിൻ കെ എപ്പോക്സൈഡ് ആയിട്ട് മാറും. സോ ഇത് ഇനാക്റ്റീവ്. അപ്പൊ നമുക്ക് എന്ത് വേണം? ഈ എപ്പോക്സൈഡിനെ വീണ്ടും തിരിച്ചിങ്ങനെ ആക്റ്റീവ് ആക്കി മാറണം. ഇത് ചെയ്യുന്ന ഒരു എൻസൈം ഉണ്ട്, അതിന്റെ പേരാണ് വികോർ C1. കൃത്യമായിട്ട് വികോർ C എന്ന് ചിലപ്പോൾ പറയൂ, വികോർ C1 ആണ് കൃത്യം. വികോർ C1 എന്ന് പറയുന്ന എൻസൈം ആണ് എന്ത് ചെയ്യുക? വൈറ്റമിൻ കെ എപ്പോക്സൈഡിനെ ഇനാക്റ്റീവ് ആയിട്ടുള്ളതിനെ തിരിച്ച് ഹൈഡ്രോക്വിനോൺ ആക്കി മാറ്റുന്നത്. സോ അപ്പോഴാണ് കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യാം. ഈ കൺവേർഷൻ നടക്കുന്ന വൈറ്റമിൻ കെ എപ്പോക്സൈഡ് റിഡക്ടേസ് C1 എന്ന് പറയുന്ന എൻസൈമിനെയാണ് ആര് തടയുക? നമ്മുടെ വാർഫാറിൻ തടയും. സോ വാർഫാറിൻ ഇൻഹിബിറ്റ്സ് ദിസ് വികോർ C1 എൻസൈം. സോ ഇറ്റ് ഇൻഹിബിറ്റ്സ് ദ കൺവേർഷൻ ഓഫ് വൈറ്റമിൻ കെ എപ്പോക്സൈഡ് ടു ആക്റ്റീവ് ഫോം ആയിട്ടുള്ള ഹൈഡ്രോക്വിനോൺ ഫോം ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് തടയുമ്പോൾ എന്ത് സംഭവിക്കും? അതിന് COH ഗ്രൂപ്പ് പിടിപ്പിക്കാൻ പറ്റില്ല. ഗ്ലൂട്ടമേറ്റ് റെസിഡ്യൂസിൽ COH ഗ്രൂപ്പ് ഇല്ലെങ്കിൽ ദിസ് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് എല്ലാം ഇനാക്റ്റീവ് ആണ്. സോ ദാറ്റ്സ് വൈ ദിസ് കോൾഡ് ആസ് വൈറ്റ് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് സിന്തസിസ് ഇൻഹിബിറ്റേഴ്സ് എന്ന് വിളിക്കും. ഇനി ആന്റി ക്ലോട്ടിംഗ് ഫാക്ടേഴ്സോ അതും ഇതേപോലുള്ള പ്രശ്നങ്ങളുണ്ട്. ആൻഡ് അതിനെപ്പറ്റി നമ്മൾ പിറകെ പറയാം. സോ ഇതാണ് ഇതിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ എന്ന് പറയാം. അപ്പോൾ ഇനി നമുക്ക് വാർഫാറിന്റെ ചില പ്രോപ്പർട്ടീസ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വികോർ C1 എന്ന് പറയുന്ന എൻസൈം എല്ലാ മനുഷ്യരിലും ഒരേപോലെ ഉണ്ടാവണമെന്നില്ല. ജനറ്റിക് വേരിയേഷൻസ് ഉണ്ടാകാനുള്ള ചാൻസ്. ആൻഡ് ഇതിനെ മെറ്റബോളൈസ് ചെയ്യുന്ന CYP 2C9 എന്ന് പറയുന്നതിനും ചിലപ്പോൾ ജനറ്റിക് വേരിയേഷൻസ് ഉണ്ടാകാം. സോ അപ്പോൾ എന്ത് ചെയ്യണം? ഫാർമക്കോ ജനറ്റിക് ടെസ്റ്റിംഗ് അഭികാമ്യമായിട്ടുള്ള ഒരു മരുന്നാണ് വാർഫാറിൻ. ഇനി വാർഫാറിൻ ആദ്യം തടയുന്നത് ഫാക്ടർ 7നെയാണ്. ഫാക്ടർ 7നെയാണ് ആദ്യം തടയുക. ആൻഡ് ഇതൊരു 6 മണിക്കൂറിനുള്ളിൽ തടയും. സോ ഫാക്ടർ 7 നമുക്കറിയാം എക്സ്ട്രിൻസിക് പാത്വേയിലുള്ള പ്രധാനപ്പെട്ട ആളാണ്. ആൻഡ് രണ്ടാമത് തടയുന്നത് പ്രോട്ടീൻ സീനെയാണ്. സോ പ്രോട്ടീൻ സീനെ രണ്ടാമത് തടയും. അതൊരു 8 മണിക്കൂറിനുള്ളിൽ തടയും. സോ പ്രോട്ടീൻ സി എന്തായിരുന്നു? പ്രോട്ടീൻ സി ഒരു ക്ലോട്ടിംഗ് ഫാക്ടർ അല്ല, ആന്റി ക്ലോട്ടിംഗ് ഫാക്ടർ ആണ് എന്ന് ഓർത്ത് വെക്കുക. ആൻഡ് മൂന്നാമത് അവസാനം തടയുക ഫാക്ടർ 2നെയാണ്. ഫാക്ടർ 2 ഓർ പ്രോത്രോംബിനെയാണ് അവസാനം തടയുക. ആൻഡ് ഇത് തടയാൻ ഒരു 4 to 5 ദിവസം എങ്കിലും പിടിക്കും. സോ മരുന്ന് കഴിക്കാൻ തുടങ്ങിയാൽ ഫലം ലഭിക്കാൻ ആന്റി കോയാഗുലന്റ് എഫക്ട് കിട്ടാനായിട്ട് ഒരു 4 to 5 ദിവസം കഴിയും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആൻഡ് ഇതിനിടയിൽ ആരെ തടയുന്നുണ്ട്? പ്രോട്ടീൻ സീനെ തടയുന്നുണ്ട്. സോ പ്രോട്ടീൻ സീനെ തടഞ്ഞു കഴിഞ്ഞാൽ കൊയാഗുലന്റ് എഫക്ട് ഉണ്ടാക്കുകയും ചെയ്യും. സോ ഇൻക്രീസ്ഡ് കൊയാഗുലേഷൻ പാരഡോക്സിക്കലി. സോ ആദ്യത്തെ 3 to 8 ദിവസം കൊയാഗുലേഷൻ ഉണ്ടാക്കാൻ ഇടയാകുന്നു എന്നുള്ള കാര്യം ഒന്ന് മനസ്സിൽ വെക്കുക. സോ അപ്പോൾ മരുന്ന് ഒരു എമർജൻസി ആന്റി കോയാഗുലന്റ് ആണോ? അല്ല. ദിസ് ഈസ് നോട്ട് ആൻ എമർജൻസി ആന്റി കോയാഗുലന്റ്. ദിസ് ഈസ് യൂസ് ഓൺലി ഇൻ മെയിൻ്റെനൻസ്. ഒരു ആന്റി കോയാഗുലന്റ് എഫക്റ്റ് ഒക്കെ കൊടുത്തുണ്ടാക്കിയ എഫക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഓറൽ വാർഫാറിൻ നമ്മൾ ഉപയോഗിക്കുക. സോ മെയിൻ്റെനൻസ് തെറാപ്പിയിലാണ് ഉപയോഗിക്കുന്നത്, മനസ്സിലാക്കുക. സോ ആദ്യമായിട്ട് ഇൻഡക്ഷൻ കൊടുക്കാൻ നമ്മൾ എന്ത് ഉപയോഗിക്കും എന്ന് ചോദിച്ചാൽ അവിടെ നമുക്ക് ഹെപ്പാരിൻ, പ്രത്യേകിച്ച് ലോ മോളിക്കുലാർ വെയിറ്റ് ഹെപ്പാരിൻസ് ആയിരിക്കും നമ്മൾ കൊടുക്കുക. പിന്നീട് മാത്രമേ വാർഫാറിനിലേക്ക് നമ്മൾ കൊടുക്കൂ. സോ ഓൾവേസ് കമ്പൈൻ വിത്ത് ഹെപ്പാരിൻ ഇനീഷ്യലി, ദെൻ സ്റ്റോപ്പ് ഹെപ്പാരിൻ. സോ ഇങ്ങനെ ഹെപ്പാരിൻ ആദ്യമേ കൊടുത്ത് ഇത് വാർഫാറിനെ കൊടുക്കുന്നതിന് നമ്മൾ ഹെപ്പാരിൻ ബ്രിഡ്ജിങ് എന്നാണ് പറയുക. ഹെപ്പാരിൻ ആദ്യമേ കൊടുക്കുക, ദെൻ വാർഫാറിൻ കൊടുക്കുക. പിന്നെ നമുക്ക് ഡോസ് പറയാം. ഡോസ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 to 5 മില്ലിഗ്രാം ദിവസം, ഇതാണ് തുടക്കം. ദെൻ പിന്നീട് നമ്മൾ കുറച്ച് 3-4 ദിവസം കഴിയുമ്പോൾ 1 to 10 മില്ലിഗ്രാം പെർ ഡേ. ആൻഡ് ഈ മരുന്നിന്റെ ഡോസ് എങ്ങനെയാണ് നോക്കുക എന്ന് വെച്ചാൽ ദിസ് ഈസ് ഡിറ്റർമിൻഡ് ബൈ INR വെച്ചിട്ടാണ് നമ്മൾ നോക്കുക. മരുന്നൊരു നാരോ തെറാപ്യൂട്ടിക് റേഞ്ച് ഉള്ള മരുന്നാണ്. കുറച്ച് കൂടിയാലോ കുറച്ച് കുറഞ്ഞാലോ, കുറഞ്ഞ ഗുണമില്ല, കൂടിയാൽ ദോഷമാണ്. സോ അപ്പോൾ സേഫ്റ്റി മാർജിൻ കുറവാണ്. സോ അപ്പോൾ നമ്മൾ സാധാരണ അങ്ങനെയൊക്കെയുള്ള മരുന്ന് TDM ആയിരിക്കും ചെയ്യുക, തെറാപ്യൂട്ടിക് ഡ്രഗ് മോണിറ്ററിംഗ്. ഇവിടെ നമ്മൾ TDM അല്ല ചെയ്യുക, പകരമാണ് നമ്മൾ എന്ത് ചെയ്യുക? INR ആണ് നോക്കുക. സോ ഇവിടെ എന്താണ് INR എന്ന് വെച്ചാൽ ഇന്റർനാഷണൽ നോർമലൈസ്ഡ് റേഷ്യോ ആണ് ഈ INR എന്ന് പറയും. സോ ഇത് റേഷ്യോ ആണ്. റേഷ്യോ എന്ന് പറയുമ്പോൾ എന്തിനോ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. അപ്പോൾ അതിന് എന്താ പറയാ, ഇതില്ല, യൂണിറ്റ്സ് ഒന്നുമില്ല. ഇവിടെ നമ്മൾ എന്താ വെച്ചാൽ ഡിവൈഡ് ചെയ്യുന്നത് വെച്ചാൽ ദാറ്റ് ഈസ് പ്രോത്രോംബിൻ ടൈം ഓഫ് ദ പേഷ്യന്റിന്റെ പ്രോത്രോംബിൻ ടൈം എടുക്കുന്നു. ആൻഡ് ഡിവൈഡഡ് ബൈ പ്രോത്രോംബിൻ ടൈം തന്നെയാണ് ആരുടെയാണ്? ജനറൽ പോപ്പുലേഷൻ അല്ലെങ്കിൽ ലാബിലെ റെഫറൻസ് സ്റ്റാൻഡേർഡ് വെച്ച് ഡിവൈഡ് ചെയ്യും. ദാറ്റ് മീൻസ് ദ മെജോറിറ്റി ഓഫ് പോപ്പുലേഷന്റെ സാധാരണ അസുഖമൊന്നും ഇല്ലാത്ത ആൾക്കാരെ പ്രോത്രോംബിൻ ടൈം വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഫാക്ടർ. ആൻഡ്
ആൻഡ് ഈ കിട്ടുന്ന വാല്യൂവെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് ഇന്റർനാഷണൽ സെൻസിറ്റിവിറ്റി ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു സംഭവം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് INR എന്ന്. സോ ഈ ISI പണ്ട് വ്യത്യാസമൊക്കെ ആയിരുന്നു, കാരണം ഇതിന് നമ്മൾ ഉപയോഗിക്കുക ത്രോംബോപ്ലാസ്റ്റിൻ ആർട്ടിഫിഷ്യൽ ടിഷ്യൂ ഫാക്ടർ ആണ്. സോ ടിഷ്യൂ ഫാക്ടർ ആണ് നമ്മൾ പ്രോത്രോംബിൻ ടൈം കണ്ടുപിടിക്കാനായിട്ട് ഉപയോഗിക്കുക. സോ ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന ഓൺലി ഹ്യൂമൻസ് മാത്രമാണ്. WHO അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. പണ്ട് റാബിറ്റിന്റെയും അല്ലെങ്കിൽ ഹോഴ്സിന്റെ ഒക്കെ സംഭവങ്ങൾ ത്രോംബോപ്ലാസ്റ്റിനൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹ്യൂമൻ ആണ്, അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. സോ ഇപ്പൊ കിട്ടുന്ന സംഭവമാണ് എന്ത് INR എന്ന് പറയും. സോ INR 1 ആയാലോ INR 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യന്റിന്റെയും ജനറൽ പോപ്പുലേഷന്റെയും സെയിം ആണ്, പ്രശ്നമൊന്നുമില്ല. ദാറ്റ് മീൻസ് നോർമലി റേഞ്ച് ആണല്ലോ, ഫിസിയോളജിയിലെല്ലാം റേഞ്ച് ആണ്. സോ 0 to 0.8 to 1.1 ആണ് INR റേഞ്ച് എന്ന് പറയുന്നത്. INR 2 ആണ് രോഗിയുടെ എന്ന് വെച്ചാൽ എന്താ അർത്ഥം എന്ന് വെച്ചാൽ രോഗിയുടെ സാധാരണ പോപ്പുലേഷനേക്കാൾ ട്വൈസ് ആണ്, ഇരട്ടിയാണ്, ട്വൈസ് എന്നാണ് അർത്ഥം. അപ്പൊ 3 എന്ന് പറയുമ്പോൾ 3 ഇരട്ടിയാണ്, 5 എന്ന് പറയുമ്പോൾ 5 ഇരട്ടി ആയിരിക്കും, 20 എന്ന് പറയുമ്പോൾ 20 ഇരട്ടിയാണ്. സോ പ്രോത്രോംബിൻ ടൈം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇങ്ങനെ. സോ INR വെച്ചിട്ടാണ് മരുന്നിന്റെ ഇത് ചെയ്യുക. അപ്പോൾ യൂസസ് കൂടി നമുക്ക് പറഞ്ഞേക്കാം. INR 2 to 2.5 ആണെങ്കിലാണ് നമ്മൾ ഉപയോഗിക്കുക പ്രൊഫൈലാക്സിസിന് കൊടുക്കുക. പ്രൊഫൈലാക്സിസ് ഓഫ് DVT ബാർ പൾമണറി എംബോളിസം. ഇതൊക്കെ എന്താണെന്ന് നമ്മൾ യൂസസ് കഴിഞ്ഞ വീഡിയോയിൽ, ഇതിന്റെ ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ വീഡിയോയിൽ വിശദമായിട്ട് DVTയും പൾമണറി എംബോളിസം ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ അത് വീഡിയോ കാണുക. 2 to 3 ആണെങ്കിൽ നമ്മൾ 2 to 3 ആണെങ്കിൽ നമ്മൾ കൊടുക്കുക ട്രീറ്റ്മെന്റ് ഓഫ് വാട്ട് DVT PEക്ക് നമ്മൾ മെയിൻ്റനൻസ് ഡ്രഗ് ആയിട്ട് നമ്മൾ കൊടുക്കും. ആൻഡ് ഓൾസോ ഇൻ ട്രാൻസിയന്റ് ഇസ്കീമിക് അറ്റാക്സിൽ നമുക്ക് കൊടുക്കാം, വിത്ത് ഏട്രിയൽ ഫ്ലട്ടർ ഓർ ഫിബ്രിലേഷനിൽ കൊടുക്കാം. ദെൻ ഹിപ്പ് സർജറി ആണെങ്കിലും നമ്മൾ 2 to 3 ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. കാരണം എന്താ വെച്ചാൽ ഫാറ്റ് കൊഴുപ്പൊക്കെ ബ്ലഡിൽ നിന്ന് DIC ഡിസെമിനേറ്റഡ് ഇന്റർവാസ്കുലർ കൊയാഗുലേഷൻ ഒക്കെ ഉണ്ടാക്കാം. ആൻഡ് 3 to 3.5 ആണെങ്കിൽ നമ്മൾ റിക്കറന്റ് വീണ്ടും വരുന്ന DVT പൾമണറി എംബോളിസം ഇതിലൊക്കെ ഉപയോഗിക്കാം. പ്രോസ്തറ്റിക് ഹേർട്ട് വാൾ സർജറീസിൽ ഉപയോഗിക്കാം. ദെൻ ഏട്രിയൽ ഫിബ്രിലേഷൻ വിത്ത് മിട്രൽ സ്റ്റെനോസിസ് കണ്ടീഷൻസിലൊക്കെ നമുക്ക് ഉപയോഗിക്കാം. സോ ഇതൊക്കെയാണ് ഇതിന്റെ യൂസസ്. സോ യൂസസ് ഡിപ്പെൻഡ്സ് അപ്പോൺ വാട്ട് ഈസ് INR. അപ്പോൾ നമുക്കിനി അഡ്വേഴ്സ് എഫക്ട് ഓർ സൈഡ് എഫക്ട്സ് പറഞ്ഞാൽ ADR പറഞ്ഞു കഴിഞ്ഞാൽ മരുന്ന് ഉപയോഗിച്ച് ആദ്യ കുറച്ച് ദിവസങ്ങൾക്കകം തന്നെ പ്രോട്ടീൻ സിയുടെ എമൗണ്ട് കുറയും എന്ന് നമ്മൾ പറഞ്ഞു. 3 to 8 days. സോ 8 hours പ്രോട്ടീൻ സി കുറയും എന്ന് പറഞ്ഞു. സോ അതുകൊണ്ട് എന്ത് സംഭവിക്കും? ബ്ലഡ് വെസൽസിനകത്ത് ക്ലോട്ടിംഗ് ചാൻസ് വർദ്ധിക്കും. സോ ക്ലോട്ടിംഗ് ചാൻസ് ഇൻക്രീസ് ചെയ്യും. സോ ഇതുമൂലം കുറെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകും. ഒന്ന് സ്കിൻ നെക്രോസിസ് എന്ന് പറയുന്ന സംഭവം ഉണ്ടാക്കാം. സ്കിന്നിലേക്കുള്ള ബ്ലഡ് വെസൽസ് ബ്ലോക്ക് ആകും. സ്കിൻ മാത്രമല്ല, കൂടി വന്നു കഴിഞ്ഞാൽ ലിംബ് നെക്രോസ് ഉണ്ടാക്കാം. ദെൻ അഡിപ്പോസ് ടിഷ്യൂ ഓർ ഫാറ്റ് നെക്രോസിസ് ഉണ്ടാക്കാം. ദെൻ ബ്രസ്റ്റ് നെക്രോസിസ്, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. സോ ലിംബൊക്കെ ആണെങ്കിൽ എന്തിന്റെ വരും? നമ്മൾ മുറിച്ച് മാറ്റേണ്ടി വരും, അല്ലെങ്കിൽ ആംപ്യൂട്ടേഷനൊക്കെ വേണ്ടി വരും. സോ അപ്പൊ അതുകൊണ്ട് ആദ്യകാലങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം? ഹെപ്പാരിനോ ലോ മോളിക്കുലാർ വെയിറ്റ് ഹെപ്പാരിൻ മസ്റ്റ് ആയിട്ട് ഒരുമിച്ച് കൊടുത്തേ പറ്റൂ. രണ്ടാമത്തെ പ്രശ്നം സ്വാഭാവികമായിട്ടുള്ള പ്രശ്നമാണ്, ബ്ലീഡിംഗ് ടെൻഡൻസി കൂടുതലായിരിക്കും, സ്വാഭാവികമാണ്. മൂന്നാമത്തെ ഒരു പ്രശ്നം പർപ്പിൾ ടോ സിൻഡ്രോം എന്ന് പറയുന്ന ഒരു പ്രശ്നം ഉണ്ടാക്കാം. സോ ഇത് കൊളസ്ട്രോൾ എംബോളിസം മൂലമുണ്ടാകുന്ന പ്രശ്നമാണ്. പർപ്പിൾ ടോയിലാണ് പ്രശ്നം. ദെൻ പിന്നെയുള്ളത് കുറച്ച് അലോപേഷ്യ, മുടി കുഴിച്ചിൽ ഉണ്ടാക്കാം. ദെൻ പിന്നെയുള്ളത് ഡെർമറ്റൈറ്റിസ് പോലെയുള്ള പ്രശ്നങ്ങൾ, പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ് ഞാൻ പറയാം, ബാക്കിയൊക്കെ ഒഴിവാക്കി. ഇനി ഗർഭിണികളിൽ ദിസ് ക്യാൻ കോസ് പ്രഗ്നൻസി, നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യേണ്ടതാണ്. ക്യാൻ ക്രോസ് പ്ലാസെന്റൽ ബാരിയർ ക്രോസ് ചെയ്ത് കുട്ടിയിലേക്ക് എത്താം. സോ ദിസ് ഇസ് കാറ്റഗറി എക്സ് ആണ്. എവിടെയാണ് കാറ്റഗറി എക്സ്? കോൺട്രാഇൻഡിക്കേറ്റഡ് ഇൻ ഫസ്റ്റ് ട്രൈമസ്റ്ററിലാണ് ഓർഗാനോജെനിസിസ് ഒക്കെ നടക്കുക. സെക്കൻഡ് ആൻഡ് തേർഡിലോ, സെക്കൻഡിലും തേർഡിലും നമുക്ക് മരുന്ന് വേണമെങ്കിൽ കൊടുക്കാവും. സോ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ കൊടുത്തു കഴിഞ്ഞാൽ ദിസ് ക്യാൻ കോസ് ടെറാറ്റോജെനിക് ആണ് മരുന്ന്. കുട്ടികളിൽ ഫീറ്റൽ വാർഫാരിൻ സിൻഡ്രോം ഉണ്ടാക്കാം. എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ കുട്ടികളുടെ ബോൺസ് ആൻഡ് കാർട്ടിലേജ്, എല്ലുകളും അസ്ഥികളും, കാർട്ടിലേജ് എന്ന് വെച്ചാൽ തരുണാസ്ഥികൾ എന്നാണ് മലയാളം. സോ അതിൽ ഡിഫക്റ്റ് ഉണ്ടാക്കാം. സോ വൈറ്റമിൻ കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഡിഫക്റ്റ് ഓസ്റ്റിയോപോറോസിസ് ഉണ്ടാക്കും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ മരുന്ന് വൈറ്റമിൻ കെ ആണ് കുറയ്ക്കുക, അല്ലെ. ഗർഭസ്ഥ ശിശുക്കളുടെ എല്ലുകളിൽ ഓസ്റ്റിയോകാൽസിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ അത് ഉണ്ടാകും. സോ എല്ലുകളുടെ ഫോർമേഷൻ തടയുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നങ്ങളാണ് ചില പ്രശ്നങ്ങൾ. സാഡിൽ നോസ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ക്രേനിയൽ ബോൺ, തലച്ചോറിലെ ബ്രോൺ ശരിയാവുന്നില്ല, അപ്പൊ മൈക്രോ എൻസെഫാലി ഉണ്ടാക്കാം. മൈക്രോ എൻസെഫലി എന്ന് വെച്ചാൽ തല ചെറുതായിട്ടുണ്ടാവുന്ന സംഭവമാണ്. ദെൻ കാലുകൾ ചെറുതാകുന്നതിനെ നമ്മൾ ഹൈപ്പോപ്ലാസിയ ഓഫ് ലിംസ് എന്ന് പറയാം. കാലുകൾ ചെറുതായിട്ടുണ്ടാകാം. സോ അതേപോലെ തന്നെ ഐ സോക്കറ്റും ചെറുതാകാം. സോ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നം. ദെൻ ഡെഫിനറ്റ്ലി ഫീറ്റൽ ഹെമറേജ് ക്യാൻ ഓൾസോ ഉണ്ടാക്കാം. സോ ഇവിടെയൊക്കെ അപ്പോൾ നമ്മൾ എന്ത് കൊടുക്കണം? ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ നമ്മൾ ലോ മോളിക്കുലാർ വെയിറ്റ് ഹെപ്പാരിൻ ആയിരിക്കണം കൊടുക്കേണ്ടത്. ഇനി വാർഫാരിൻ ഓവർഡോസ് വന്നു കഴിഞ്ഞാൽ ഹൈലി പ്രോട്ടീൻ ബൗണ്ട്
പോലും നമുക്ക് മറ്റേ സംഭവം ചെയ്യാൻ പറ്റില്ല, ഹീമോഡയാലിസിസ് ചെയ്തിട്ട് ഒരു ഗുണമില്ല. ഇതിന്റെ ആന്റിഡോട്ട് എന്ന് പറയുന്നത് വൈറ്റമിൻ കെ ആണ്. ഹീമോഡയാലിസിസ് നോ യൂസ്. സോ പ്രശ്നം ബ്ലീഡിംഗ് ആയിരിക്കും, സിംറ്റംസ് ആയിട്ട് വരിക ബ്ലീഡിംഗ് ആണ് ഓവർഡോസിൽ ഉണ്ടാവുക. സോ ട്രീറ്റ്മെന്റ് നമ്മൾ ചെയ്യുക ഡിപ്പെൻഡ്സ് അപ്പോൺ സിംറ്റംസ് നോക്കും ആൻഡ് ഓൾസോ INR. സിംറ്റംസ് നോക്കണം, INR നോക്കിയിട്ടാണ് ചെയ്യുക. സോ ബ്ലീഡിംഗ് ഇല്ല, സിംറ്റംസ് ഒന്നും ഇല്ല, INR കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് വാർഫാറിൻ സ്റ്റോപ്പ് ചെയ്താൽ മതി. ദെൻ 5 to 20 വരെ INR ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വൈറ്റമിൻ K1 കൊടുക്കണം. വൈറ്റമിൻ K1 നമുക്ക് ഓറലായിട്ട് കൊടുത്താൽ മതി, ഗുളിക ഡിപ്പെൻഡ്സ് ഓൺ INR. അതൊരു 1 to 2.5 മില്ലിഗ്രാം ഒക്കെ പെർ ഡേ കൊടുക്കാം, അല്ലെങ്കിൽ 3 to 5 മില്ലിഗ്രാം പെർ കിലോ, 3 to 5 മില്ലിഗ്രാം കൊടുക്കാം, ദിവസം കൊടുക്കണം. സോ അത് ഓറൽ കൊടുത്താൽ മതി. പക്ഷേ ബ്ലീഡിംഗ് ഉണ്ട്, ഇഫ് ദർ ഈസ് ബ്ലീഡിംഗ് ഉണ്ടെങ്കിൽ നമ്മൾ വൈറ്റമിൻ K1 ഇഞ്ചക്ഷൻ ആയിട്ട് കൊടുക്കണം. വൈറ്റമിൻ K ഇഞ്ചക്ഷൻ വളരെ സ്ലോ ആയിട്ടാണ് കൊടുക്കുക, 10 മില്ലിഗ്രാം IV ആണ് കൊടുക്കുക, സ്ലോ കൊടുക്കണം. കാരണം വൈറ്റമിൻ K ഇഞ്ചക്ഷൻ ക്യാൻ കോസ് അനാഫിലാക്സിസ്. സോ വൈറ്റമിൻ K മാത്രം കൊടുത്താൽ പറയാം, വൈറ്റമിൻ Kയുടെ ഒപ്പം ഇഞ്ചക്ഷനൊപ്പം നമ്മൾ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് കൂടി കൊടുക്കണം. സോ ബെസ്റ്റ് കൊടുക്കാവുന്നത് പ്ലാസ്മ ആണ്, ബ്ലഡ് പ്ലാസ്മ കൊടുത്താൽ മതി. ഫ്രഷ് പ്ലാസ്മ 15 ml പെർ കിലോഗ്രാം നമുക്ക് കൊടുക്കാം. ഇല്ലെങ്കിൽ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് തന്നെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഫാക്ടേഴ്സ് 2, 7, 9, 10 ഇതാണല്ലോ കുറയുന്നത്. സോ ഇതടങ്ങിയിട്ടുള്ള പ്രോത്രോംബിൻ കോംപ്ലക്സ് കോൺസെൻട്രേറ്റ്, സോ ഇതും 15 ml പെർ കിലോഗ്രാം ആണ് ഡോസ്. സോ ഇത് കൊടുക്കേണ്ടി വരും. സോ ഫൈനലി നമുക്ക് കുറച്ച് ഇന്ററാക്ഷൻസ്, ഡ്രഗ് ഇന്ററാക്ഷൻസ് ഉണ്ട്, അല്ലാത്ത ഇന്ററാക്ഷൻസ് വിച്ച് ക്യാൻ ഇൻക്രീസ് വാർഫാറിൻ ലെവൽ. വാർഫാറിൻ ടോക്സിറ്റി കൂട്ടുന്ന സന്ദർഭങ്ങളുണ്ട്, വാർഫാറിന്റെ എഫക്റ്റ് കുറയ്ക്കുന്ന സമയങ്ങളുണ്ട്. സോ ഇത് രണ്ടും കൂടി പറഞ്ഞ് നമുക്ക് എത്താം. സോ അതിൽ ഏറ്റവും ഒന്ന് വൈറ്റമിൻ K ഡെഫിഷ്യൻസിയാണ്, അല്ലെ, മാൽ ന്യൂട്രീഷൻ, അല്ലെങ്കിൽ ആന്റി മൈക്രോബിയൽ മരുന്നുകൾ കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെ, ആന്റി മൈക്രോബിയൽ ഡ്രഗ് കൊടുത്തു കഴിഞ്ഞാൽ ഗ്യാസ്ട്രിക് ഫ്ലോറ നശിക്കും. ഗ്യാസ്ട്രിക് ഫ്ലോറയിൽ നിന്നാണ് വൈറ്റമിൻ K ഉണ്ടാകുന്നത്. സോ അങ്ങനെ കൊണ്ട് വൈറ്റമിൻ K കുറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ടോക്സിറ്റി കൂടാം. ദെൻ നിയോനേറ്റ്സിൽ വൈറ്റമിൻ K ഇല്ല, അവർക്ക് ഗ്യാസ്ട്രിക് ഫ്ലോറ ഇല്ലാത്തതുകൊണ്ട് വൈറ്റമിൻ K ഇല്ല, കുത്തിവെക്കേണ്ടി വരും. ദെൻ ലിവർ ഡിസീസസിൽ വൈറ്റമിൻ Kയുടെ പ്രശ്നം വരും. ദെൻ CHF ലിവർ ഡിസീസ് ഉണ്ടാക്കിയിട്ട് അങ്ങനെ പ്രശ്നം ഉണ്ടാകും. ദെൻ ഹൈപ്പർ തൈറോയിഡിസത്തിൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ഒക്കെ വേഗം മെറ്റബോളൈസ് ചെയ്ത് നശിച്ചു പോകും, അതാണ് പ്രശ്നം. സോ ഇങ്ങനെയൊക്കെയുള്ള അസുഖങ്ങൾ കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ വാർഫാറിന്റെ ടോക്സിറ്റി കൂടാം. ഇനി മരുന്നുകൾ, ഡ്രഗ് ഇന്ററാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരുന്നുകൾ മിക്കവാറും എൻസൈം ഇൻഹിബിറ്റേഴ്സ് ആണ്. CYP2C9 തടഞ്ഞു കഴിയുമ്പോഴത്തേക്കും, ഉദാഹരണം അസോൾ ആന്റി ഫംഗൽ, കീറ്റോകോണസോൾ പോലെയുള്ള മരുന്നുകൾ, അല്ലെങ്കിൽ മാക്രോലൈഡ്സ്, എർത്രോമൈസിൻ പോലെയുള്ളത്. എർത്രോമൈസിൻ വരില്ല, എർത്രോമൈസിൻ ലൈക്ക് മാക്രോലൈഡ്സ് വേണമെങ്കിൽ വരാം. ദെൻ അമിയോഡാറോൺ വരാം, അല്ലോപ്യൂരിനോൾ വരാം. ദെൻ ചില സെഫാലോസ്പോറിൻസ് ഉണ്ട്. സെഫാലോസ്പോറിൻ ചിലത് ബ്ലീഡിംഗ് ഉണ്ടാക്കും. നമ്മൾ സെഫാലോസ്പോറിൻസിൽ പറഞ്ഞു സെഫപെറസോൺ പോലെയുള്ള മരുന്നുകൾ, അത് ബ്ലീഡിംഗ് ഉണ്ടാക്കും. ആസ്പിരിൻ ബ്ലീഡിംഗ് ഉണ്ടാക്കും നമുക്കറിയാം. ദെൻ സിമിറ്റിഡിൻ ഡ്രഗ് ഇന്ററാക്ഷൻസിൽ ഉണ്ടാക്കാം, പക്ഷേ സിമിറ്റിഡിൻ ഇപ്പം അത് ഉപയോഗമില്ലാത്തതുകൊണ്ട് ഞാൻ അധികം പറയുന്നില്ലെന്ന് മാത്രം. എന്നാൽ നമുക്ക് പരീക്ഷയ്ക്ക് എഴുതാൻ വേണ്ടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് സിമിറ്റിഡിൻ എന്നൊക്കെ എഴുതി വെക്കാം. ഓക്കെ, ഇനി വാർഫാറിന്റെ എഫക്ട് കുറയ്ക്കുന്ന ഡിക്രീസ് എഫിഷ്യൻസി ഓഫ് വാർഫാറിൻ, അത് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഗ്നൻസി ആണ് ആദ്യത്തെ കേസ്. പ്രഗ്നൻസിയിൽ എന്താണ്, ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ഒക്കെ കൂടുതലാണ്. അപ്പോൾ പ്രഗ്നൻസിയിൽ വാർഫാറിന് ഹൈ ഡോസ് കൊടുക്കേണ്ടി വരും. മറ്റൊരു പ്രശ്നം നെഫ്രോട്ടിക് സിൻഡ്രോം ആണ്. നെഫ്രോട്ടിക് സിൻഡ്രോമിൽ എന്താണ് പ്രശ്നം? നെഫ്രോട്ടിക് സിൻഡ്രോമിൽ യൂറിനിലൂടെ പ്രോട്ടീൻ നഷ്ടപ്പെടുന്നു. സോ ബ്ലഡിൽ പ്രോട്ടീൻ കുറവായിരിക്കും. ഹൈപ്പോ ആൽബുമിനാണ് ഉള്ളത്. സോ അപ്പോൾ പ്രോട്ടീൻ ബൈൻഡിങ് കുറയ്ക്കും. വാർഫാറിന്റെ ഗുണം വേഗം നഷ്ടപ്പെടും. സോ ഇനി മരുന്നുകൾ, അപ്പോൾ ഇത് നേരെ ഓപ്പോസിറ്റ്. ഇവിടെ എൻസൈം ഇൻഹിബിറ്റേഴ്സ് ആണെങ്കിൽ ഇവിടെ എൻസൈം ഇൻഡ്യൂസേഴ്സ് ഏതൊക്കെയാണ്? എൻസൈം ഇൻഡ്യൂസേഴ്സ് ഒന്ന് ആന്റി എപ്പിലെറ്റിക്സ് മരുന്നുകളാണ്. ഫിൻറ്റോയിൻ നമുക്ക് എഴുതാം, ഫിനോബാർബിറ്റോൺ നമുക്ക് എഴുതാം, കാർബോമിസെപ്പിൻ എഴുതാം. വാൽപ്രോവേറ്റ് എഴുതരുത്, വാൽപ്രോവേറ്റ് എൻസൈം ഇൻഹിബിറ്റർ ആണെന്ന് ഓർത്ത് വെക്കുക. ദെൻ ആന്റി TB ഡ്രഗ്, ആന്റി TBയിലെ ഫേമസ് റിഫാംബസിൻ നമുക്ക് എഴുതാം. ദെൻ സെന്റ് ജോൺസ് വേർട്ട് എന്ന് പറയുന്ന ഒരു ആന്റി ഡിപ്രസൻ മരുന്നാണ്, യൂറോപ്പിലൊക്കെ ഉപയോഗിക്കുന്നതാണ്. ഗ്രിസിയോഫൾവിൻ എഴുതാം, പക്ഷേ ഗ്രിസിയോഫൾവിൻ ഇപ്പോൾ ഉപയോഗമില്ല, അതുകൊണ്ട് ലെസ് ഇമ്പോർട്ടൻറ്റ്. ദെൻ ഓറൽ കോൺട്രാസെപ്റ്റീവ്സിൽ ഒരുപാട് ഈസ്ട്രോജൻ ഉണ്ട്. ഈസ്ട്രോജൻ ഇതേ പ്രശ്നം തന്നെയാണ്, പ്രഗ്നൻസിയിൽ ചെയ്യുന്നത് ഈസ്ട്രോജൻ ആണ്. സോ ഇൻക്രീസ്, കൂടുതൽ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ഉണ്ടാകും. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് വാർഫാറിൻ ആൻഡ് ആന്റികോയാഗുലൻസ് ലൈക്ക് വൈറ്റമിൻ K ആന്റഗോണിസ്റ്റ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത ടോപ്പിക്. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.